ഹലോ ഫ്രണ്ട്സ്, ഇക്കുപ്പനാസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാമ്പാർ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വരുന്നത്. നമുക്ക് ദോശയ്ക്കും ഇഡലിക്കും എല്ലാം എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ റെസിപ്പി. ആദ്യം തന്നെ നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം. 1/2 ഗ്ലാസ് പരിപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ പരിപ്പിന് വേവ് കൂടുതലായത് കാരണം ഞാൻ സെപ്പറേറ്റ് ആണ് പരിപ്പ് ഉപയോഗിക്കുന്നത്. പരിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനാവശ്യമുള്ള പച്ചക്കറികൾ ഇതൊക്കെയാണ്: ഒരു ഉരുളക്കിഴങ്ങ്, തക്കാളി, മുരിങ്ങക്കായ, ക്യാരറ്റ്, ബീൻസ്, വെണ്ടയ്ക്ക, സവാള. ഞാൻ ഇത്രയും പച്ചക്കറികളെ എടുത്തിട്ടുള്ളൂ. അതെല്ലാം നിങ്ങൾക്ക് വേറെ പച്ചക്കറികൾ ഉണ്ടെങ്കിൽ അതും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ആഡ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം കൂടി ആഡ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും, 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വേവിക്കാൻ വെക്കാം. പച്ചക്കറി എല്ലാം നല്ലതുപോലെ വെന്ത് മസാലയെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അടുത്തത് താളിക്കാം. അടുപ്പത്തൊരു ചട്ടി വെക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 2 ചെറിയുള്ളിയും 1 അല്ലി വെളുത്തുള്ളിയും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. അതൊരു വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ നിൽക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിനകത്തോട്ട് മൂപ്പിച്ച് കൊടുക്കാം. സാധാരണ രീതിയിൽ ഞാൻ കണ്ടുവന്നിട്ടുള്ളത് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ മസാലകളെല്ലാം ഇട്ടിട്ട് താളിച്ചെടുക്കുന്നതാണ്. പക്ഷേ അങ്ങനെ ഞാൻ ചെയ്യാത്തത് കഷ്ണങ്ങളിലൊക്കെ മസാല പിടിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊന്ന് സാമ്പാർ ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷെ വളരെ ടേസ്റ്റിയാണ്. ഇത് നമുക്ക് സാമ്പാറിലേക്ക് താളിച്ച് കൊടുക്കാം. സാമ്പാർ ഒന്ന് കുറുകി വരാൻ വേണ്ടി നമുക്ക് കുറച്ചും കൂടി ഒന്ന് പറ്റിക്കണം. ഇപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സാമ്പാർ റെസിപ്പിയാണ്. ദോശയ്ക്കും അതുപോലെ ഇഡലിക്ക്, ചോറിന്, ഇതെല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒരു ബെല്ലൈക്കണും കൂടി അമർത്തുക. എൻ്റെ പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.